കെ.ബി. ഗണേഷ് കുമാറിനെ പത്തനാപുരം താലൂക്ക് യൂണിയൻ NSS കരയോഗത്തിന്റെ എന്തോ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നോ പിരിച്ചുവിട്ടെന്നോ എന്നൊക്കെ പറയുന്നതായിട്ട്. അതൊക്കെ നായസിന്റെ വിഷയം, അതൊക്കെ നായന്മാർ നോക്കിക്കോളും. അതൊക്കെ അവര് മച്ചാനായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അവർ തീർത്തോളും. പക്ഷെ അതല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. ഇന്ന് രാവിലെ പത്രക്കാരോട് ഗണേഷ് കുമാർ പറഞ്ഞതിൽ ഒരു വാചകം കേട്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഒത്തില്ല. അതൊന്ന് കേട്ടിട്ട് വരാം. ജനറൽ സെക്രട്ടറി എതിർക്കുന്ന പ്രശ്നമില്ല. സുകുമാരൻ നായർ സാറിനെ എതിർക്കുന്ന അതിനെ ഞാൻ പിതൃതുല്യനെ ഒരാളെ ഒരു തരത്തിൽ കണ്ട അങ്ങനെ കാണത്തുള്ളൂ, മാറ്റി പറയല. സാറേന്ന് വിളിച്ചാളെ കയറിയിട്ട് അമ്മാവാന്ന് വിളിക്കത്തില്ല. കേട്ടല്ലോ, ഇതിൽ ഗണേഷ് കുമാർ പറയുന്നത് എന്താണ്? ഗണേഷ് കുമാർ പറയുന്നത്, ഞാൻ ഒരാളെ ഒരു തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അയാളെ പിന്നെ അങ്ങനെ മാറത്തില്ല, സാറേ എന്ന് വിളിച്ച ആളെ കയറി അമ്മാവ എന്ന് വിളിക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഒരു പ്രസംഗം കേൾപ്പിക്കാം. അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം അതിന് കാമപ്രാന്തം എന്ന് പറയും. കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരം. ഈ പ്രസംഗം ഒന്നുമല്ല, പണ്ട് ഗണേഷ് കുമാർ പ്രസംഗിച്ച ഒരു പ്രസംഗം തന്നെയാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം VS അച്യുതാനന്ദനെ പറ്റി പറയുന്നത്, അതായത് കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല, ഏറ്റവും ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ VS അച്യുതാനന്ദനെ പറ്റി കെ.ബി. ഗണേഷ് കുമാർ അന്ന് പറഞ്ഞത് VS അച്യുതാനന്ദന് കാമപ്രാന്താണ് എന്നുള്ളതാണ് പറഞ്ഞത്. അച്യുതാനന്ദന്റെ അസുഖം വേറെയാണ്, അച്യുതാനന്ദന് പ്രായമായതിന്റെ അസുഖമാണെന്നൊക്കെയാണ് ഗണേഷ് കുമാർ അന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ ഗണേഷ് കുമാർ പറഞ്ഞ അനുസരിച്ച് ഗണേഷ് കുമാർ ഒരാളെ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് മാറ്റം വരത്തില്ല, സാറേ എന്ന് വിളിച്ചാളെ അമ്മാവ എന്ന് വിളിക്കത്തില്ല എന്നുള്ളതാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഒരാളെ ഒരു തരത്തിൽ കണ്ട അങ്ങനെ കാണത്തുള്ളൂ, മാറ്റി പറയല. സാറേന്ന് വിളിച്ചാളെ കയറിയിട്ട് അമ്മാവാന്ന് വിളിക്കത്തില്ല. അപ്പൊ ചോദ്യം ഇതാണ്, ഗണേഷ് കുമാറിന്റെ മനസ്സിൽ ഇപ്പോഴും VS അച്യുതാനന്ദൻ അന്ന് ആ പറഞ്ഞ വാക്കിൽ ഉള്ള ആള് തന്നെയാണോ, അതോ അവസരത്തിനൊത്ത് മാറുമോ? ഒന്ന് പറയണേ. ഗണേഷ് കുമാർ പറയണമെന്നില്ല, ഗണേഷ് കുമാറിന്റെ ഫാൻസ് പറഞ്ഞാലും മതി. ചോദ്യം ഒന്നും കൂടെ പറയാം. VS അച്യുതാനന്ദൻ കാമപ്രാന്തനാണ് എന്നുള്ളതാണ് ഗണേഷ് കുമാറിന്റെ അന്നത്തെ അഭിപ്രായം. അധികം വർഷമൊന്നും ആയിട്ടില്ല, അൽഷിമേഴ്സ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതേ അഭിപ്രായം തന്നെയാണോ VS അച്യുതാനന്ദനെ പറ്റി ഉള്ളത് എന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. പിന്നെ ഇത് കേട്ടിട്ടുണ്ടല്ലോ, അന്തംകമ്മികൾക്ക് ചൊറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചൊറിച്ചിൽ എന്നോടല്ല തീർക്കേണ്ടത്. ഇപ്പോൾ നിന്റെയൊക്കെ ഘടകകക്ഷിയായിട്ടിരിക്കുന്ന കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായിട്ടുള്ള ഗണേഷ് കുമാർ ഉണ്ടല്ലോ, അവിടെ പോയി തീർത്തിട്ടു ആദ്യം. എന്റെ കമന്റ് ബോക്സിൽ തീർക്കണ്ട. കാരണം VS അച്യുതാനന്ദന് അന്നും ഇന്നും എന്നും എന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്, അതിനി മാറാൻ പോകുന്നില്ല. പിണറായിക്ക് ആ സ്ഥാനം ഇല്ല കേട്ടോ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞേക്കാമല്ലോ.